രാം നാരായൺ രാം. ഭൂമിയിൽ 800 കോടി ആളുകൾ താമസിക്കുന്നു. ഈ എല്ലാവരും ഭഗവാന്റെയും അല്ലാഹുവിൻ്റെയും പുത്രന്മാരായി ഭൂമിയിൽ ജനിച്ചവരാണ്. ഇവിടെ ധനികരും രാജാക്കന്മാരും അവരുടെ മക്കളെയും ധനികരും രാജാക്കളുമാക്കിയിരിക്കുന്നു. ഓരോ മനുഷ്യനും തൻ്റെ കർമ്മങ്ങൾക്ക് താനേ ഉത്തരവാദിയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളും പടരുന്നു. ആ ചിന്തകളെ സ്വയം ആലോചിച്ച് പരിശോധിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തെറ്റ് ചെയ്യാനിരിക്കുന്നതെന്താണെന്ന് നേരത്തെ മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങളുടെ വിവേകം നിങ്ങളെ നിർത്തും. ഇത് തെറ്റാണ്, നിന്നുക, ചെയ്യരുത് എന്നു പറഞ്ഞ്. നിങ്ങളുടെ വിവേകം ഉറങ്ങുന്നു എന്നാണെങ്കിൽ നിങ്ങൾ ആ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിവേകം തടയില്ല. എന്നാൽ നിങ്ങൾ വിവേകത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നില്ലെങ്കിൽ അകത്തുനിന്ന് നിങ്ങൾ ദുർബലമാകുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും ദുർബലമാകുന്നു. ഇതിനുശേഷവും നിങ്ങൾ വിവേകത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ശരീരത്തെ പോലും ഉപേക്ഷിക്കേണ്ടി വരും. അതിനാൽ ഓരോ മനുഷ്യനും ജനനത്തിൽ നിന്ന് തന്നെ പ്രകൃതിയെ പിന്തുടക്കണം. ഞാൻ ചെറിയവനായിരുന്നപ്പോൾ കാലം വളരെ ചൂടുള്ളതായിരുന്നു. അപ്പോൾ വൈദ്യുതിയും ഉണ്ടായിരുന്നില്ല. എസി, ഫാനും ഇല്ലായിരുന്നു. ഒരിക്കൽ ഞാൻ മുറ്റത്ത് ചടായി വിരിച്ച് കിടന്ന് ഇന്നുമെറബിൾ നക്ഷത്രങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആകാശത്ത് ഇത്രയും നക്ഷത്രങ്ങൾ എവിടെ നിന്ന് വന്നത്? ഞാൻ ഇത്രയും നക്ഷത്രങ്ങൾ അപ്പോഴേക്കും കണ്ടിട്ടില്ല. ചിന്തിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ഇന്ന് ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കുന്നു. പ്രകൃതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ലാഭമേയുള്ളത്. ബാല്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്ന നക്ഷത്രങ്ങൾ എന്താണ്, ആകാശം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ എനിക്ക് ഗംഭീരമായ ബോധം നൽകി. അതുകൊണ്ട് ഓരോ മനുഷ്യനും ആകാശത്തെക്കുറിച്ച് ചിന്തിക്കണം. ആകാശത്ത് നക്ഷത്രങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ നക്ഷത്രങ്ങളുണ്ട്, അതിനാൽ ആകാശമുണ്ട്, ആകാശമുണ്ട്, അതിനാൽ ഭൂമിയുണ്ട്. ഭൂമിയുണ്ടാകുന്നുവെന്നാണ് ജീവിതം സാധ്യമാകുന്നത്. ഇവിടെ ആളുകൾ കൃഷി ചെയ്യുന്നു, വീടുകൾ പണിയുന്നു. അതിനാൽ ഓരോ മനുഷ്യനും പ്രശ്നങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. മാതാപിതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ മക്കളിൽ പതിപ്പിക്കുന്നു. പിന്നീട് അവർ അവരുടെ കുട്ടികളുടെ മനസ്സിലും ബുദ്ധിയിലും ഭയം വളർത്തുന്നു. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നു പറയുന്നത് കൊണ്ട് ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ ഭയപ്പെടുന്നു. അവർ മുന്നോട്ടു പോകുന്നില്ല. ഒരുതരം ജയിൽ പോലെയുള്ള ജീവിതത്തിൽ പെട്ടുപോകുന്നു. ഒരു കുട്ടി പ്രകൃതിയുമായി ചേരുകയാണെങ്കിൽ അവൻ എല്ലാം മനസ്സിലാക്കും. ആരെയും കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ആകാശത്തിൻ്റെ വില മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? പ്രകൃതിയെക്കുറിച്ച് പാഠപദ്ധതി ഇല്ല. പാഠപദ്ധതി ഉണ്ടെങ്കിലും ആളുകൾ മനസ്സോടെ പഠിക്കുന്നില്ല. പ്രകൃതിയെയാണ് നമ്മുടെ മാതാപിതാക്കൾ. ആകാശമേയാണ് നമ്മുടെ മാതാപിതാക്കൾ. ആകാശത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിച്ച് നാം ഭൂമിയിലെ മാനവനിർമ്മിത വസ്തുക്കളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭൂമിയിലെ ഓരോ വ്യക്തിയും ജോലി ചെയ്യുന്നു. എന്നാൽ ചിലർക്ക് കൂടുതൽ പണം ലഭിക്കുന്നു, ചിലർക്ക് കുറവ്. എല്ലാവർക്കും തുല്യമായ പണമൊരുക്കേണ്ടതുണ്ട്. ഈ വിവേചനം സമൂഹത്തിൽ നിന്ന് മാറ്റിവെക്കണം. കാരണം ഉടമകൾക്കായി കൂടുതൽ സമ്പന്നരാകുന്നു, തൊഴിലാളികൾ കൂടുതൽ ദരിദ്രരാകുന്നു. എന്നാൽ ഉടമയെ സമ്പന്നനാക്കുന്നത് ആ തൊഴിലാളിയല്ലേ? ഒരു തൊഴിലാളിക്ക് തൻ്റെ പരിശ്രമത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കാത്ത പക്ഷം അവൻ ചിന്തിക്കും, ഞാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് പണമേ ലഭിക്കുകയുള്ളൂ. എൻ്റെ കുട്ടികളുടെ ഫീസ് പോലും അടക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളുടെ സേവനം ചെയ്യാനാകുന്നില്ല. അവര് അസുഖപ്പെട്ടാൽ സർക്കാർ ആശുപത്രിയിലേ പോകാൻ കഴിയൂ.
എന്നാൽ ഉടമയുടെ മാതാപിതാക്കൾക്കായാൽ മികച്ച ആശുപത്രികൾ, ഫാക്ടോറിയൽ ഇത്തരമൊരു വ്യത്യാസം ഉണ്ടാകരുത്. ആ വ്യക്തി ഉടമയായില്ലെങ്കിൽ എന്താ? അവനും മറ്റുള്ളവർക്ക് പോലെ തുല്യ അവകാശം സമാജത്തിൽ ലഭിക്കണം. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ആകാശത്തിൽ വിവേചനം ഇല്ലെങ്കിൽ ഭൂമിയിലും വിവേചനം ഇല്ലായിരിക്കണം. ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇല്ലാതാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എല്ലാം ശരിയാകൂ. അതിനാൽ പ്രകൃതിയുമായി ചേർക്കുക. പ്രകൃതിയെയാണ് ഏറ്റവും വലിയ ധർമ്മം. ഓരോ വ്യക്തിക്കും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ രാം നാരായൺ രാമുമായി ചേർന്നാൽ അവൻ്റെ ജീവിതം സ്വതോതായും ശാന്തിയും സ്ഥിരതയും നേടും. രാം നാരായൺ രാം എന്നും ആളുകൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: എല്ലായ്പ്പോഴും നിങ്ങളുടെ ചിന്തകൾ സാന്ദ്രവും പോസിറ്റീവുമായിരിക്കട്ടെ. ജീവിതത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. കഴിയുന്നവരെ സഹായിക്കുക. രാം നാരായൺ രാമിൻ്റെ മുഖാന്തിരം സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്യാനുള്ള ശ്രമം എന്നും തുടരുന്നു.